ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഓൺലൈൻ വിൽപ്പന ഇന്ത്യയിൽ കുതിച്ചുയരുന്നു. ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് വിൽപ്പന പൊടിപൊടിക്കുന്നത്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി വില മതിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഷോപ്പിംഗ് ഉപഭോക്താക്കൾ ഈ വർഷം ഓൺലൈനിലൂടെയാണ് അധികവും നടത്തിയത്. ഈ വർഷം രാജ്യത്ത് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിൽപ്പനയുടെ 34% ഓൺലൈൻ വഴിയാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഇത് 32%. ഈ വർഷം 11,000 കോടി രൂപയുടെ വിൽപ്പനയാണ് ഓൺലൈൻ മുഖേന നടന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടിവികൾ, എയർ കണ്ടീഷണറുകൾ, റെഫ്രിജറേറ്ററുകൾ എന്നിവയുൾപ്പെടെ എല്ലാ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും ഓൺലൈൻ വിൽപ്പന ഈ വർഷം 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്ന് കണക്കാക്കുന്നു. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് എന്നിവ പോലെയുള്ള ക്വിക്ക് കൊമേഴ്സ് കമ്പനികൾ ഇലക്ട്രോണിക്സ്, ഡ്യൂറബിൾസ് എന്നിവയിലേക്ക് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് ഫോണുകൾക്കപ്പുറം അടുക്കള ഉപകരണങ്ങൾക്കും മറ്റ് ചെറുകിട വീട്ടുപകരണങ്ങൾക്കുമുള്ള ഓർഡറുകൾ നൽകാനും അവർ ആരംഭിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും ഉൾപ്പെടെയുള്ള IT ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിൽപ്പനയുടെ സംഭാവന 2023 40% നിന്ന് ഈ വർഷം ഒക്ടോബർ വരെ 43% ഉയർന്നതായി ആഗോള മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനമായ നെൽസൺ IQ ഡാറ്റ കാണിക്കുന്നു. EMI-കളും ക്യാഷ് ബാക്കും പോലുള്ള പ്രൊമോഷണൽ ഓഫറുകൾ നൽകാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയുന്നിടത്തോളം ഉപഭോക്താക്കൾ ഓൺലൈൻ വഴി കൂടുതൽ ഇടപാടുകൾ നടത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയ ഉപദേശകനായി ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ ശ്രീറാം കൃഷ്ണനെയാണ് സീനിയർ വൈറ്റ് ഹൌസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഉപദേശകനായി നിയമിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കാനായാണ് ശ്രീരാമകൃഷ്ണന്റെ നിയമനം. സാങ്കേതികവിദ്യയിൽ മികവ് തെളിയിച്ച ശ്രീരാമകൃഷ്ണൻ ട്രംപ് ഭരണകൂടത്തിനായുള്ള AI നയം രൂപപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ട്രംപിന്റെ അടുത്ത അനുയായിയായ ഡേവിഡ് സാക്സുമായി ചേർന്ന് പ്രവർത്തിക്കും. AI-യിൽ അമേരിക്കയുടെ മുൻതൂക്കം ഉറപ്പാക്കുന്നതിൽ ശ്രീരാമകൃഷ്ണൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഗവൺമെന്റിലുടനീളം AI നയം രൂപപ്പെടുത്താനും ഏകോപിപ്പിക്കാനും സഹായിക്കുകയും ചെയ്യും. പ്രസിഡന്റ് കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് ശ്രീറാം പ്രവർത്തിക്കുക. മൈക്രോസോഫ്റ്റ്, ട്വിറ്റർ, യാഹൂ, ഫേസ്ബുക്ക്, സ്നാപ്പ് തുടങ്ങിയ ടെക് ഭീമന്മാരുടെ ഉന്നത സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുതിയ ജോലിയിൽ കൃഷ്ണൻ പ്രസിഡന്റിന്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതിയുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തിക്കുക. ചെന്നൈയിൽ ജനിച്ച കൃഷ്ണൻ ഇന്ത്യയിൽ ബിരുദ പഠനത്തിന് ശേഷമാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന്റെ അടുത്ത വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന മിഡ് റേഞ്ച് ഐഫോൺ SE4ന്റെ പേര് മാറ്റുമെന്ന് റിപ്പോർട്ട്. ഐഫോൺ 16 സീരീസിന്റെ തുടർച്ച എന്ന രീതിയിൽ ഐഫോൺ 16e എന്നായിരിക്കും ഫോണിന്റെ പേരെന്നാണ് സൂചന. ആപ്പിളിന്റെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളാണ് SE സീരീസ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾ. 2025 മാർച്ചിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ SE4ന്റെ പേര് ഐഫോൺ 16e എന്നായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. 6.1 ഇഞ്ച് വലിയ ഡിസ്പ്ലേയും ഫേസ് ഐഡിയും ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകളും സഹിതമുള്ള നവീന സൗകര്യങ്ങളോടെയുമാണ് ഐഫോൺ 60e പുറത്തിറങ്ങുക. LED സ്ക്രീൻ, 48 മെഗാ പിക്സലിന്റെ ക്യാമറ എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. ഐഫോൺ 14ലെ അതേ mAh ബാറ്ററിയാണ് ഐഫോൺ SEയിലും ഉണ്ടാവുക. A18 ചിപ്സെറ്റിൽ വരുന്ന ഫോണിൽ പുതിയ ആപ്പിൾ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിലെ പോലെ USB-C പോർട്ട് ഉണ്ടാകും. 35,000 രൂപ മുതലാകും ഫോണിന്റെ വിലയെന്നാണ് റിപ്പോർട്ടുകൾ. 8GB റാം ആയിരിക്കും ബേസിക് ഐഫോൺ 60e മോഡലിനുണ്ടാവുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്താക്കൾക്കായി കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന eSIM സേവനം അവതരിപ്പിക്കാനൊരുങ്ങി BSNL. ഫിസിക്കൽ കാർഡുകളേക്കാൾ ഫോണിലെ ചിപ്പ് വഴിയാകും ഇത്തരം ഫോണുകളിൽ സിമ്മിന്റെ പ്രവർത്തനം നടക്കുക. ഓരോ ദിവസവും മറ്റു സ്വകാര്യ കമ്പനികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് BSNL. 4Gക്ക് പുറമെ FTTH കണക്ഷനുകളുടെ ഉപഭോക്താക്കൾക്കായി ദേശീയ വൈഫൈ റോമിംഗ് സേവനം, ഡയറക്ട് ടു ഡിവൈസ് സാറ്റലൈറ്റ് കണക്ടിവിറ്റി തുടങ്ങിയവയൊക്കെ അടുത്തിടെ അവതരിപ്പിച്ച പുതിയ ഫീച്ചറുകളാണ്. എംബഡഡ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ എന്ന eSIM BSNLന്റെ കുതിപ്പിൽ പുതിയ നാഴികക്കല്ലാകും. ഫോൺ മോഷ്ടിക്കപ്പെട്ടാലും സ്മാർട്ട് ഫോണിൽ നിന്ന് eSIM കാർഡുകൾ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല. നിലവിൽ റിലയൻസ്, ജിയോ, ഭാരതി, എയർടെൽ, വോഡഫോൺ, ഐഡിയ തുടങ്ങിയ സ്വകാര്യ ടെലികോം കമ്പനികളെല്ലാം തന്നെ ഉപയോക്താക്കൾക്ക് eSIM സേവനം നൽകുന്നുണ്ടെങ്കിലും eSIM പിന്തുണയ്ക്കുന്ന ഫോണുകൾ ഇന്ത്യയിൽ കുറവാണ്. നിലവിൽ മിക്ക പ്രീമിയം ഫോണുകളും eSIM സപ്പോർട്ട് ആണെന്നതിനാൽ മാറ്റത്തിനൊത്ത് മുന്നേറാൻ തയ്യാറെടുക്കുകയാണ് BSNLും. 2025 മാർച്ചോടെ ഉപഭോക്താക്കൾക്കായി eSIM സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് BSNL അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 1.7 ലക്ഷം കോടി കവിയുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ 1.29 ലക്ഷം കോടിയിൽ നിന്ന് 31% വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 70% ഐഫോണുകളാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെ 1.10 ലക്ഷം കോടിയുടെ സ്മാർട്ട് ഫോണുകൾ കയറ്റി അയച്ചു. നവംബറിൽ മാത്രം 20,000 കോടിയുടെ സ്മാർട്ട് ഫോണുകൾ കയറ്റി അയച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആപ്പിളിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഫോക്സ്കോണിന്റെ തമിഴ്നാട്ടിലെ പ്ലാന്റിൽ നിന്നുള്ള സ്മാർട്ട് ഫോണുകളാണ് കയറ്റുമതി ചെയ്യുന്നവയിൽ അധികമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.